എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബൈബിൾ പ്രകാരം ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണ്, ബൈബിൾ പ്രകാരമുള്ള ഒരു ക്രിസ്ത്യാനി എന്താണ്, ആ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെയാണല്ലോ ഈ ടോപ്പിക്കുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി, അല്ലേ, ബൈബിൾ പ്രകാരം ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്കൊരു വ്യക്തിയെ കാണുവാൻ കഴിയും. നിക്കോദോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ നിക്കോദോമസ് ആരാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം യഹൂദന്മാരിൽ പല ആൾക്കാരുടെ പരീക്ഷന്മാർ, അങ്ങനെ അവർക്ക് പല പല കാറ്റഗറീസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ പരീക്ഷന്മാരുടെ പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, ഈ നിക്കോദോമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിക്കോദോമസ് എന്ത് ചെയ്തു, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങ് ചോദിക്കുകയാണ്. പുള്ളി വന്ന് ചോദിച്ചു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവം അയച്ചിട്ട് വന്നവനാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. കാരണം ദൈവം കൂടെ ഇല്ലാത്ത ഒരുത്തനും അങ്ങ് ചെയ്യുന്ന ഈ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞു നമ്മളുടെ നിക്കോദോമസ് എന്ത് ചെയ്തു, യേശുക്രിസ്തുവിനെ ഒന്ന് പൊക്കിയടിക്കുവാനായിട്ട് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു നിക്കോദോമസിനോട് പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് എന്ത് കഴിയത്തില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് കഴിയത്തില്ല. നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള നിൻ്റെ ഈ പ്രമാണിസ്ഥാനം കൊണ്ടൊന്നും നിനക്ക് എങ്ങോട്ട് പോകുവാൻ പറ്റത്തില്ല. നിനക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയത്തില്ല, നിനക്ക് നിത്യത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല. നിനക്ക് നിത്യത്തിലേക്ക് കടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് നിനക്ക് കടക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം, ഈ ലോകത്തിലുള്ള നിൻ്റെ പ്രമാണി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും പോരാ, അതിന് നീ എന്ത് ചെയ്യണം, വീണ്ടും ജനിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുൻപേ ഉള്ളതിനകത്തൊക്കെ പറഞ്ഞു എന്താണ് വീണ്ടും ജനനം എന്നുള്ളതൊക്കെ പറഞ്ഞു, അല്ലേ. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ച് ജലത്തിൽ മുങ്ങി പൊങ്ങി, അല്ലേ, നമ്മൾ സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കണം, അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് നമ്മൾ ജീവിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് യേശുക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നത്, നിക്കോദോമസിനോട് പറഞ്ഞിരിക്കുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ നിനക്ക് കഴിയത്തില്ല. കാരണം നമ്മളുടെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്, അല്ലേ. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു നിത്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ആയുസ്സൊക്കെ അത്രയേ ഉള്ളൂ, അല്ലേ. ഒന്നെങ്കിൽ ദാവീദ് പറയുന്നത് പോലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അല്ലേ, അല്ലെങ്കിൽ ഇനി പോട്ടെ 90, 100, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ ഈ ആയുസ് എന്ന് അവസാനിക്കും എന്നുള്ളതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് തീരാം, ചിലപ്പോൾ നമ്മൾക്ക് ആയുസ് കൂടുതലുണ്ടാകാം. എന്നാൽ ഈ ആയുസ്സിനുമൊക്കെ അപ്പുറം, ഈ ലോക ജീവിതത്തിനും അപ്പുറം നമ്മൾക്ക് എന്തുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യത എന്ന് വെച്ചാൽ എന്താണ്, അതൊരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമാണല്ലേ. അപ്പോൾ അവിടെ നമ്മൾക്ക് ദൈവത്തോടു കൂടെ ദൈവരാജ്യത്തിൽ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നിക്കോദോമസിനോട് പറഞ്ഞത്, നീ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിക്കോദോമസിൻ്റെ ബുദ്ധിയൊക്കെ വെച്ചിട്ട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് ഇത് അങ്ങനെ കഴിയും, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കടന്ന് ജനിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല, എന്താണ്, ആത്മാവിനാലും വെള്ളത്താലും ഒക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അല്ലേ. യേശുക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു വീണ്ടും ജനനം പ്രാപിക്കണം. അത് പരിശുദ്ധാത്മാവിനാൽ ഒരു അഭിഷേകം പ്രാപിച്ച് വെള്ളത്താലും ജലത്താലും ആത്മാവിനാലും എന്താ പറയുക, ജനിച്ച ഒരു വ്യക്തി എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മുടെ നിക്കോദോമസിന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളതും യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ജലത്തിൽ ജനിക്കണം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജലത്തിൽ മുങ്ങി സ്നാനം ഏൽക്കണം എന്നുള്ളത് തന്നെയാണല്ലേ. നമ്മൾക്കറിയാം, സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച്, യേശുക്രിസ്തു സ്നാനം കഴിപ്പിച്ച്, അതിനകത്ത് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ത് ചെയ്യണം, സ്നാനമേൽക്കണം, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി സ്നാനമേൽക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ട് പ്രതീകം, അതിൻ്റെ പ്രതീകം എന്താണ്, യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശീകരിച്ച് നമ്മൾ മരിച്ചടക്കപ്പെട്ടു. പിന്നെ നമ്മൾ പൊങ്ങുമ്പോൾ എന്താണ്, യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നിട്ട്, അതായത് നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറി. അപ്പോൾ ഈ വെള്ളത്താൽ നീ സ്നാനം കഴിഞ്ഞിരിക്കണം. രണ്ടാമത് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ, ഇനി വെള്ളത്തിൽ സ്നാനം ഏറ്റു കഴിഞ്ഞാൽ നിനക്ക് നിത്യത ഉറപ്പാകൂ,
ഇല്ല. നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിലും സ്നാനം ഏൽക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിലാലുള്ള സ്നാനം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. സ്നാനപ്പെട്ട ഒരു വ്യക്തികളുടെ മേൽ എന്ത് വരണം? പരിശുദ്ധാത്മാവ് വരണം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കമുള്ള ഒരു ഹൃദയം ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം, അല്ലേ? നമ്മളുടെ ഒരു ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചില്ല എങ്കിൽ നിത്യത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ലേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ആത്മാവിൽ സ്നാനം ഏറ്റില്ല എങ്കിൽ നമ്മൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുറച്ച് പാട്ടും പാടി കൈയടിച്ച് നടന്നുകൊണ്ടാൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ എവിടെ എത്തത്തില്ല, നിത്യത്തിൽ എത്തത്തില്ല. ഓക്കെ, നമ്മളുടെ അവസാന കാഹളനാദം ധ്വനിക്കുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ നിത്യരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ, ആത്മസ്നാനം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തുള്ളൂ? നിത്യത്തിലേക്ക് നമ്മൾക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അല്ല എങ്കിൽ നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതം വെറുതെ വ്യർത്ഥമായി തീരത്തേയുള്ളൂ. നമ്മൾ കുറേ കൈയടിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു, അതിനൊക്കെ ഒരു അർത്ഥവും ഇല്ലാതായി പോകും. എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഓക്കെ, അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മാവിനെ നമ്മൾക്ക് അളന്ന് തൂക്കിത്തരുന്ന ദൈവമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതിനേയും കഴിഞ്ഞും അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുവാൻ സന്നദ്ധനായൊരു ദൈവമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ അനുനിമിഷം, അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുവാനിടയായി തരും. അപ്പോൾ നമ്മൾ ചോദിച്ച് ദൈവത്തോട് ചോദിച്ച് മേടിക്കണം പരിശുദ്ധാത്മാവിനെ. നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരുവാനിടയായി തരും. അതെങ്ങനെയാണ്? അളന്നു കൊടുക്കുന്ന ദൈവമല്ല, അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ തരുന്നൊരു ദൈവമാണ് നമ്മൾക്ക് ഉള്ളത് എന്ന് നമ്മൾ മറക്കരുത്. കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് നിത്യതയിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചിരിക്കണം. പിന്നെ ഈ ലോക ജീവിതത്തിലേക്ക് ദൈവം വന്നത് എന്തിനാ? ന്യായവിധി, അല്ലേ? ജനത്തെ എന്ത് ചെയ്യുവാൻ? ന്യായവിധി ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വിധിക്കുവാനായിട്ടല്ല ദൈവം വന്നിരിക്കുന്നത്. പകരം ദൈവം എന്താ തന്നിരിക്കുന്നത്? നമ്മൾക്കൊരു നിത്യരക്ഷയുണ്ട് എന്ന് പറയുവാനാണ് ദൈവം വന്നിരിക്കുന്നതല്ലേ? ദൈവം വന്ന് ഈ ലോകത്തിലുള്ള നമ്മുടെ അന്ധകാരത്തെ മാറ്റി നമ്മളെ ഒരു നിത്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രകാശത്തെ സ്വീകരിക്കാൻ, അല്ലെ? ആ ദൈവത്തെ അനുസരിക്കുവാൻ. പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് തന്നെ എന്താണ്? അല്ലേ? അത് വെളിച്ചമാണ്. ദൈവം ആരാണ്? വെളിച്ചമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ അനുസരിച്ച് കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത്? വെളിച്ചമുണ്ടാകുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇരുൾ മാറി വെളിച്ചമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ദൈവത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? ദൈവം എന്തൊരുക്കിയിരിക്കുകയാണ്? ഒരു നിത്യത എന്ന സൗഭാഗ്യം നമ്മൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണക്കാരായ നമ്മൾക്ക് തോന്നും, അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം അത്രയേ ഉള്ളോ? നമ്മൾക്കൊരു നിത്യത മാത്രമേ ഉള്ളോ? ഈ ലോക ജീവിതത്തിൽ നമ്മൾക്കൊരു നന്മയും ദൈവം ഒരുക്കിയിട്ടില്ലേ എന്ന എന്ന് നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു സംശയം വരാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിങ്ങൾക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരുവാനും നമ്മളുടെ ദൈവം ശക്തനാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു രാജാവിൻ്റെ ഭൃത്യൻ, അല്ലെ? ഒരു രാജാവിൻ്റെ ഭൃത്യനായ ഒരു മനുഷ്യനൊരു മകനുണ്ടായിരുന്നു. ആ മകൻ പനി പിടിച്ച് മരിക്കാറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ മരിക്കാറായി കിടന്ന സമയത്ത് ആ രാജഭൃത്യൻ എന്ത് ചെയ്തു? യേശുക്രിസ്തു ഗലീലയിലാണ് ഈ വ്യക്തി ഉള്ളത്. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു? യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം നടത്തിയതിനെക്കുറിച്ച് ഈ വ്യക്തിക്കറിയാം, ഈ വ്യക്തി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജഭൃത്യൻ എന്ത് ചെയ്തു? യേശുക്രിസ്തു അവിടെ വന്നിട്ടുണ്ട്. കാനാവിൽ രണ്ടാമതും യേശുക്രിസ്തു വന്നു എന്നറിഞ്ഞപ്പോൾ യേശുക്രിസ്തു അവിടെ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഓടിച്ചെന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്താണ്? എൻ്റെ മകൻ ഇങ്ങനെ മരിപ്പാറായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാലേ നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് തന്നെയാണ് ദൈവം പറഞ്ഞത്. ഓക്കെ, ദൈവം വന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, സമാധാനമായിട്ട് പോയിക്കോ, എൻ്റെ മകൻ
മരിക്കത്തില്ല, നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ അടുത്തുനിന്ന് മടങ്ങി വരുമ്പോൾ തന്നെ ആ വഴിക്കുന്ന തന്നെ ഭൃത്യന്മാർ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ്, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിൻ്റെ സമയമൊക്കെ ചോദിച്ചു. അന്നേരം യേശുക്രിസ്തു പറഞ്ഞ സമയം തന്നെയാണ് എന്നൊക്കെ പുള്ളി ഉറപ്പുവരുത്തി. ഓക്കെ, അപ്പോൾ ദൈവത്തിന് അറിയാം എന്താണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തിന് ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം അല്ലേ. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനാണ് ദൈവം തരുന്നത്? നമ്മൾക്ക് വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരുവാനും ഈ ദൈവം ശക്തനാണ്. നിത്യത മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്ന സൗഖ്യങ്ങളും എല്ലാം തരുവാൻ ദൈവം ഒരുക്കമാണ്. അതാണ് ആ മനുഷ്യൻ വന്ന് ദൈവത്തോട് പറഞ്ഞു അല്ലേ, എൻ്റെ മകൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ മകനെ ജീവിപ്പിക്കുവാൻ ദൈവം എന്താ പറയുക, ആ മനുഷ്യനോട് കരുണ കാണിച്ചപ്പോൾ ഈ ലോകത്തിൽ നമ്മൾക്ക് വേണ്ടുന്നത് ഒരുക്കി തരുന്ന ഒരു ദൈവവും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലോകത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ എന്തിനാണ്? നമ്മൾ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൽ കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഈ ലോക ജീവിതത്തിൽ നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും പല കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഇങ്ങനെ തളർന്നും തൂങ്ങിയുമൊക്കെ ഇരിക്കും അല്ലേ. അപ്പോൾ ആയിരിക്കും പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും, നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ദൈവം ഇടപെടും. അതല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാനൊക്കെ ഇടയായിത്തീരുമല്ലേ. അതൊക്കെ എന്തിനാണ്? നമ്മളുടെ തളർന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു ഉയർപ്പ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിന് അതറിയാം. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തന്നാലേ നമ്മൾക്കൊക്കെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്, ആ ഒരു ഭൃത്യൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു അല്ലേ. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവവും കൂടിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നിത്യത മാത്രമല്ല ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത്, ഈ ലോക ജീവിതത്തിൽ നമ്മൾക്കൊരു ശാശ്വതമായൊരു നല്ലൊരു സൗഭാഗ്യകരമായ ഒരു ജീവിതം ദൈവം നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അംബാനിയുടെയോ അദാനിയുടെയോ ജീവിതമൊന്നും നമ്മൾക്ക് തരുമെന്നല്ല ഞാൻ പറഞ്ഞത്. പകരം എന്താണ്, നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ വേണ്ടുന്നത്? സൗഖ്യമാണോ വേണ്ടുന്നത്? അത് സാമ്പത്തികമാണോ വേണ്ടുന്നത്? അത് ജോലി മേഖലയിൽ വിടുതലാണോ വേണ്ടുന്നത്? അത് മക്കളുടെ കാര്യത്തിൽ വിടുതലാണോ വേണ്ടുന്നത്? അത് എല്ലാം നമ്മൾക്ക് തരും. നമ്മൾ ഭയപ്പാടിലാണോ? നമ്മളുടെ ഭയം എടുത്തു മാറ്റുവാൻ, നമ്മൾക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ല, അതൊക്കെ തരുവാൻ ആരാണ്? ദൈവം. അതൊക്കെ മതിയായവനാണ്. അതൊക്കെ വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു അല്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുക. ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നിത്യത എന്നുള്ളതാണെന്ന് നമ്മൾ മറക്കാതിരിക്കാൻ. ഈ നിത്യതയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മൾ വെള്ളത്താൽ സ്നാനമേൽക്കണം, ഒപ്പം പരിശുദ്ധാത്മാവിനാലും നമ്മൾ സ്നാനമേൽക്കണം. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ നമ്മൾ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിൽ വേണ്ടുന്നത്, നമ്മളുടെ തലമുറകൾക്ക് വേണ്ടുന്നത്, വിടുതൽ, സൗഖ്യം എല്ലാം തരുവാൻ ഈ ദൈവം ശക്തനാണെന്നാണ് ഇന്നത്തെ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.